നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. ആവേശകരമായ ഓണക്കളികളോടെ ചേർപ്പ് നെറ്റ് വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ഓണാഘോഷം. പെരിഞ്ചേരി ഗ്രേസ് ഹാളിലാണ് വൈവിധ്യമാർന്ന ഓണാഘോഷം ഒരുക്കിയത്. വിഷമില്ലാത്ത പച്ചക്കറിക്കായി എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം എന്ന പദ്ധതി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിലും. പദ്ധതിക്ക് പ്രോത്സാഹനമായി പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിപണനമേള ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഓണാഘോഷം ഒരുക്കി. ചേർപ്പ് BRC പരിധിയിലെ വിവിധ സ്കൂളുകളിലെ ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഓണാഘോഷം ഒരുക്കിയത്. വാർത്തകൾ വിശദമായി. ആവേശകരമായ ഓണക്കളികളോടെ ചേർപ്പ് നെറ്റ് വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ഓണാഘോഷം. പെരിഞ്ചേരി ഗ്രേസ് ഹാളിലാണ് വൈവിധ്യമാർന്ന ഓണാഘോഷം ഒരുക്കിയത്. ചേർപ്പ് നെറ്റ് വിഷൻ മാനേജിംഗ് ഡയറക്ടർ KG രാധാകൃഷ്ണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. KG രാധാകൃഷ്ണൻ, ആന്റണി, ജീൻസൺ, ഫ്രാൻസിസ്, അനിൽ, മിനി ടീച്ചർ, അബൂബക്കർ, AG സുബ്രഹ്മണ്യൻ എന്നിവർ ഭദ്രദീപം തെളിയിച്ചു. AG സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. ആന്റണി, മിനി ടീച്ചർ, കൺവീനർ അബൂബക്കർ, പ്രോഗ്രാം അവതാരക വിദ്യ തുടങ്ങിയവർ ഓണാശംസ നേർന്ന് സംസാരിച്ചു. സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരക്കളി തുടങ്ങിയ ഓണാഘോഷ പരിപാടികൾ ഏറെ ആവേശമായി. തുടർന്ന് ഏകർ ആറാട്ടുപുഴ അവതരിപ്പിച്ച നാടൻ പാട്ട് അരങ്ങേറി. രണ്ടാൾക്കാരും അവിടെ നിന്ന് രണ്ടാൾക്കാർ അങ്ങനെ തന്നെയാടാ. വിഷമില്ലാത്ത പച്ചക്കറിക്കായി എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം എന്ന പദ്ധതി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിലും. പദ്ധതിക്ക് പ്രോത്സാഹനമായി പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിലെ എല്ലാ വീടുകളിലും ഒരു അടുക്കളത്തോട്ടം എന്ന പദ്ധതിക്ക് നേതൃത്വം നൽകിയത് വാർഡ് മെമ്പർ ബീന ഉണ്ണികൃഷ്ണനാണ്. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പച്ചക്കറി വിത്തുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചേർപ്പ് പഞ്ചായത്തിലെ 21-ാം വാർഡിൽ വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഓരോ വീട്ടിലേക്കും അടുക്കളത്തോട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്തുകൾ വിതരണം ചെയ്യുന്ന ഒരു നല്ലൊരു സമയമാണിത്. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മുൻ മെമ്പർ ഇത് നടത്തി വരുന്നു എന്നതൊക്കെ കേട്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ നടത്തുന്ന കാര്യം ഈ വാർഡിൽ മാത്രമല്ല ഈ പഞ്ചായത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി അത് നടപ്പിലാക്കും. എല്ലാ വീടുകൾക്കും ഓരോ അടുക്കളത്തോട്ടം വെച്ച് വിഷരഹിതമായ പച്ചക്കറികൾ നമുക്ക് കഴിക്കാനായിട്ടുള്ളൊരു അവസരം നമ്മൾക്ക് ഈ മെമ്പറുടെ മാതൃക ചൂട് പിടിച്ചുകൊണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലേക്കും ഈ സംവിധാനം കൊണ്ടുവരും. കർഷകരായ സിന്ധു സുരേന്ദ്രൻ, ഗീത അശോകൻ, ഷീജ രാജൻ, ബാലകൃഷ്ണൻ പനിഞ്ഞത്ത്, കമലം, മാലതി ശങ്കരൻ എന്നിവർ പച്ചക്കറി വിത്തുകൾ ഏറ്റുവാങ്ങി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിപണനമേള ഉദ്ഘാടനം ചെയ്തു. വളരെ സ്വാദിഷ്ടമായ സാധനങ്ങൾ വളരെ ദിവസങ്ങളോളമായി തയ്യാറാക്കി ഇന്നിവിടെ വിപണിയിലേക്ക് വരികയാണ്. നമ്മുടെ ഭരണസമിതി വന്നതിന് ശേഷം ആദ്യത്തെ ഒരു ഓണച്ചന്തയാണ് നമ്മളിവിടെ ആരംഭിക്കാൻ പോകുന്നത്. ഒത്തിരി സാധ്യതകളുള്ള നമുക്ക് കാര്യങ്ങൾ ചെയ്യാനിട്ടുണ്ട്. ഒത്തിരി 2000-ഓളം കുടുംബശ്രീ അംഗങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്.
അടുത്ത വർഷം നമുക്ക് ഓണസദ്യ തന്നെ കൊടുക്കാനായിട്ടുള്ള ഒരു സൗകര്യം നമുക്ക് ഓണ ദിവസം അല്ലെങ്കിൽ തലേദിവസമൊക്കെ നമുക്ക് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഓണം ആഘോഷിക്കുമ്പോൾ ഓണസദ്യ വരെ നമുക്ക് കൊടുക്കാനായിട്ടുള്ള സംരംഭമായിട്ട് നമുക്കിത് വളർത്തണം. നിങ്ങൾ കൊണ്ടുവന്നുള്ള സാധനങ്ങൾ 4 ദിവസം നിൽക്കുക, ഇന്ന് തന്നെ ഇത് മുഴുവൻ വിറ്റഴിച്ച് വളരെ സാഹചര്യം ഉണ്ടാവണം. അപ്പോൾ അതിനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനം ഞങ്ങളുടെ മെമ്പർമാരുടെ ഭാഗത്തു നിന്ന് വരും. ഞങ്ങളെ വരുന്ന ആളുകളൊക്കെ ഞങ്ങൾ ഈ ചന്തയിലേക്ക് വിടും. അപ്പോൾ ഇതിൻ്റെ ഔദ്യോഗികമായിട്ട് ഇന്നത്തെ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തിട്ട് അറിയിക്കുന്നു. ഓണം വിപണനമേളയുടെ ഭാഗമായുള്ള ആദ്യ വിൽപ്പന പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. കർഷകനായ അശോകൻ ഉൽപ്പന്നം ഏറ്റുവാങ്ങി. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ രാഗി സുരേഷ് അധ്യക്ഷയായി. CDS വൈസ് ചെയർപേഴ്സൺ സുലജ സദൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിദ്യ രമേശ്, വാർഡ് മെമ്പർമാർ രേഷ്മ ബിനോയ് ഉൾപ്പെടെ CDS അംഗങ്ങൾ, മൈക്രോ എന്റർപ്രൈസ് കൺസൾട്ടന്റുമാർ, സംരംഭകർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഓണാഘോഷം ഒരുക്കി. ചേർപ്പ് BRC പരിധിയിലെ വിവിധ സ്കൂളുകളിലെ ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഓണാഘോഷം ഒരുക്കിയത്. BRCയിൽ നടന്ന ഓണാഘോഷം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീല അമീർ ഉദ്ഘാടനം ചെയ്തു. കേരളീയരുടെ ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണാഘോഷത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികളെ ചേർത്ത് വെക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. വളരെ വ്യത്യസ്തമായ കുട്ടികൾ, സാധാരണ കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായ കുട്ടികൾ, ആ കുട്ടികളോടൊത്ത് രക്ഷിതാക്കളും ടീച്ചേഴ്സുമാരും മറ്റു ജനപ്രതിനിധികളും ഒത്തുചേരുന്ന ഒരു ഓണാഘോഷം വളരെ സന്തോഷപൂർവ്വം ഇവിടെ കൊണ്ടാടുകയാണ്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ അധ്യക്ഷയായി. എല്ലാ പരിഭവങ്ങളും ഇനിയിപ്പോ തലേ ദിവസം അച്ഛനും അമ്മയൊക്കെ എന്തെങ്കിലും ശാസിച്ചിട്ടുണ്ടെങ്കിൽ അവർ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അടിക്കില്ല, എന്നാലും അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരിഭവമൊക്കെ എവിടെ തീർക്കുക? ടീച്ചർമാരോട് പറഞ്ഞിട്ട് തീർക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ കുട്ടികളെയൊക്കെ അവര് സംരക്ഷിച്ച് നല്ല രീതിയിൽ തന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതോടൊപ്പം തന്നെ കരകൗശലങ്ങൾ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ബ്ലോക്ക് അതിന്റെ നല്ല രീതിയിൽ തന്നെ ഒരു കൈത്താങ്ങാണ്. BRCയുടെ പ്രവർത്തനങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലേക്കും വളരെ മികച്ച രീതിയിൽ ഇവിടുത്തെ ടീച്ചേഴ്സ് ചെയ്തു കൊണ്ടുപോകുന്നുണ്ട്. ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ് പ്രദീപ് വലിയങ്ങോട്ട്, BRCയിലെ ക്ലസ്റ്റർ റിസോഴ്സ് സെന്റർ കോർഡിനേറ്റർമാരായ KR രമ്യ, KK മൃദുല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരായ EV ബീന, TG തോമസ് എന്നിവർ കുട്ടികൾക്ക് ഓണാശംസ നേർന്നു. ഓണക്കളികൾ ഉൾപ്പെടെ വിവിധ കലാപരിപാടികളും തുടർന്ന് ഓണസദ്യയും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. വിവിധ സ്കൂളുകളിലെ ഭിന്നശേഷി കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും BRC അംഗങ്ങളും ഓണാഘോഷത്തിൽ പങ്കെടുത്തു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ധനകാര്യ ഉത്തരവിനനുസരിച്ച് ലഭ്യമാകുന്നതാണെന്ന് BRC അറിയിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പാലിശ്ശേരി മഹിളാ സമാജം അംഗൻവാടിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അംഗൻവാടി വർക്കർ TG നിഷ അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രശ്മി ബൈജു മുഖ്യാതിഥിയായി. മീനാക്ഷി രാജഗോപാൽ, ജോഷി തുമ്പയിൽ, സ്നേഹ സലീഷ്, മറീന ജിൻഡോ, സജില വിജയൻ, പുഷ്പവേണി എന്നിവർ ഓണാശംസ നേർന്നു. ആഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും ഒരുക്കിയിരുന്നു. വൈവിധ്യവും വർണ്ണാഭവുമായ പരിപാടികളോടെ ചേർപ്പ് CNN ഗേൾസ് LP സ്കൂളിന്റെ ഓണാഘോഷം. മാവേലി വേഷമണിഞ്ഞുള്ള ഘോഷയാത്രയും വൈവിധ്യമാർന്ന ഓണക്കളികളും ഓണാഘോഷത്തെ ശ്രദ്ധേയമാക്കി. പ്രധാനാധ്യാപകൻ AR രാജീവ് കുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിനേഷ് രാമകൃഷ്ണൻ, MPTA പ്രസിഡന്റ് രേഷ്മ കൃഷ്ണകുമാർ, മറ്റ് PTA, MPTA, SSG ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. മാവേലിയായി വേഷമിട്ട ദേവതീർത്ഥ നയിച്ച ഘോഷയാത്രയ്ക്ക് ചെണ്ടമേളം അകമ്പടിയൊരുക്കി. ഘോഷയാത്രയിൽ ആർപ്പുവിളികളുമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും അണിനിരന്നു. നാടൻ പൂക്കളാൽ തീർത്ത പൂക്കളം, വ്യത്യസ്തമായ ഓണക്കളികൾ, ഊഞ്ഞാലാട്ടം, വിവിധ കലാപരിപാടികൾ എന്നിവ ഓണാഘോഷത്തിന് മിഴിവേകി. രക്ഷിതാക്കളുടെ നേതൃത്വത്തിലാണ് കുട്ടികൾക്കായി ഓണസദ്യ ഒരുക്കിയത്. നിർധന വിദ്യാർത്ഥിനികൾക്കുള്ള ഓണക്കോടി വിതരണവും പച്ചക്കറി കിറ്റ് വിതരണവും ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നു.
വല്ലച്ചിറ മുതിർന്ന മുത്തുകൾ വയോജന സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി. വയോജനങ്ങളുടെ ഒത്തുചേരൽ കൂടിയായി ഓണാഘോഷം. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തിലകൻ മാലിപ്പറമ്പിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. മുതിർന്ന മുത്തുകൾ വയോജന സംഘം പ്രസിഡന്റ് രാമൻകുട്ടി കണ്ണോളിൽ അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ 7ാം വാർഡ് മെമ്പർ സജിത, വയോജന സംഘം സെക്രട്ടറി വർഗീസ് ചീനാത്ത് എന്നിവർ ഓണാശംസ നേർന്നു. തുടർന്ന് വിവിധ ഓണക്കളികളും കലാപരിപാടികളും അരങ്ങേറി. കസേരക്കളി, സുന്ദരിക്ക് പൊട്ടുതൊടൽ, പ്ലാവില കുത്തൽ തുടങ്ങിയ മത്സരങ്ങളും കലാപരിപാടികളും വയോജനങ്ങളുടെ ഒത്തുചേരലിനെ ഹൃദ്യമാക്കി. സാന്ത്വനം ബഡ്സ് സ്കൂളിൽ ഒരുക്കിയ ഓണാഘോഷം വർണ്ണാഭമായി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ ആമീർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, മെമ്പർ ലത ഗോപിനാഥ്, ബ്ലോക്ക് കോർഡിനേറ്റർ അനിത എന്നിവർ ഓണാശംസകൾ നേർന്നു. പകൽ വീട്ടിലെ അമ്മമാരും ബഡ്സ് സ്കൂൾ കുട്ടികൾ, അധ്യാപകർ എന്നിവരും ഓണാഘോഷത്തിൽ പങ്കെടുത്തു. ഓണാഘോഷത്തിന്റെ ഭാഗമായി വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. തുടർന്ന് ഓണസദ്യയും വിതരണം ചെയ്തു. ഐതിഹ്യ പെരുമ നിറഞ്ഞ ഓണാഘോഷം വർണ്ണാഭമാക്കി പനംകുളം DMLP സ്കൂൾ. മീഡിയ ഫോർ ന്യൂസ് ചാനൽ ഒരുക്കിയ മാവേലിയുടെ സാന്നിധ്യം ഓണാഘോഷത്തെ മിഴിവുറ്റതാക്കി. ഓണാഘോഷത്തിന്റെ ഐതിഹ്യവും മാഹാത്മ്യവും വിളിച്ചോതുന്ന അവതരണത്തോടെയാണ് പനംകുളം DMLP സ്കൂളിൽ ഓണാഘോഷത്തിന് തുടക്കമിട്ടത്. അധ്യാപകർ അവതരിപ്പിച്ച തിരുവാതിരക്കളി കുട്ടികൾക്ക് പുതുമയേകിയ കാഴ്ചയായി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, പൂക്കളമിടൽ, ഓണക്കളികൾ എന്നിവ അരങ്ങേറി. ഓണാഘോഷത്തിന്റെ ഭാഗമായി മീഡിയ ഫോർ ന്യൂസ് ചാനൽ ഒരുക്കിയ മാവേലി സ്കൂളിൽ അതിഥിയായി എത്തിയത് കുട്ടികൾക്ക് കൗതുകമൂറുന്ന കാഴ്ചയാണ് സമ്മാനിച്ചത്. നൃത്തപരിപാടികൾ ആസ്വദിച്ച മാവേലിയുടെ സാന്നിധ്യവും സംവാദവും കുട്ടികളിൽ ആവേശം തീർത്തു. പ്രധാന അധ്യാപിക ഷാലി, അധ്യാപകരായ MG അർച്ചന, ടിൻസി T ചീരമ്പൻ, PTA പ്രസിഡന്റ് ഷെറീന എന്നിവർ ഓണാശംസകൾ നേർന്നു. ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഓണസദ്യയും സ്കൂളിൽ ഒരുക്കിയിരുന്നു. സ്നേഹവും ഒരുമയും ചേർന്ന ഓണാഘോഷം പനംകുളം DMLP സ്കൂളിലെ കുട്ടികൾക്കും അധ്യാപകർക്കും നവ്യമായ അനുഭവമായി. വൈവിധ്യമാർന്ന കലാ സാംസ്കാരിക പരിപാടികളോടെ ഊരകം CMS LP സ്കൂളിൽ അതിരടി 2026 എന്ന പേരിൽ ഓണാഘോഷം. കേരളീയ സാംസ്കാരിക പൈതൃകം പരിചയപ്പെടുത്തിയ അതിരടി 2026 കുരുന്നുകളുടെ മനം നിറയ്ക്കുന്നതായിരുന്നു. ഓണപാരമ്പര്യവും വൈവിധ്യമാർന്ന കലാരൂപങ്ങളുമെല്ലാം പരിചയപ്പെടുത്തിയ ഓണാഘോഷം ഊരകം CMS LP സ്കൂളിലെ കുരുന്നുകൾക്ക് വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായി. പ്രധാന അധ്യാപിക ലീമോൾ, റവറൻ ഷിജു ജോൺസൺ, റവറൻ ഫാദർ സാം മാത്യു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KB പ്രജിത്, OSI പ്രതിനിധികളായ CM ബാലകൃഷ്ണൻ, ജയകൃഷ്ണൻ, സിബിൻ T ചന്ദ്രൻ, ജോൺസൺ ചിറമൽ, CB ജോഷി, PTA പ്രസിഡന്റ് S ഷാനവാസ്, MPTA പ്രസിഡന്റ് ഹണി റാണി റോസ് എന്നിവർ ഓണാശംസകൾ പങ്കുവച്ചു. പുലിക്കളി, വള്ളംകളി ഐതിഹ്യം, തിരുവാതിരക്കളി, കുമ്മാട്ടിക്കളി, ഊഞ്ഞാലാട്ടം, ഓണപ്പാട്ട്, വീരനാട്യം, ഡാൻസ്, പൂക്കളം, ഓണസദ്യ തുടങ്ങി വൈവിധ്യമാർന്നതായിരുന്നു അതിരടി 2K26 എന്ന പേരിൽ ഒരുക്കിയ ഓണാഘോഷം. വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകരും രക്ഷിതാക്കളും ഓണാഘോഷത്തിന് ആവേശമേകി. മാവേലി മന്നന്റെ വരവോടെ വല്ലച്ചിറ സെന്റ് തോമസ് ഹൈസ്കൂളിൽ ഒരുക്കിയ ഓണാഘോഷം ശ്രദ്ധേയമായി. സ്കൂൾ മാനേജർ ഫാദർ റാഫി തട്ടിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈവിധ്യമാർന്ന പരിപാടികളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയത്. PTA പ്രസിഡന്റ് സിജോ ഇടപ്പള്ളി അധ്യക്ഷനായി. പ്രധാന അധ്യാപിക AJ പ്രിൻസി, വാർഡ് മെമ്പർ വിൻസെന്റ് പിടിയത്ത്, MPTA പ്രസിഡന്റ് PD ജാൻസി, PTA വൈസ് പ്രസിഡന്റ് ബിജു തൃശൂക്കാരൻ, കൺവീനർ EJ റീജ എന്നിവർ സംസാരിച്ചു. പൂക്കളമിടൽ, മെഗാ തിരുവാതിര, ഉറിയടി, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, ഓണപ്പാട്ട്, സൈക്കിൾ സ്ലോ റേസ് തുടങ്ങിയ മത്സരങ്ങളാണ് ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്നത്. ഓണാഘോഷത്തിന്റെ ഭാഗമായി വിഭവസമൃദ്ധമായ ഓണസദ്യയും വിതരണം ചെയ്തു. പെരുമ്പളിശ്ശേരി സ്വദേശി മയമ്പിളി വീട്ടിൽ ഗോവിന്ദൻകുട്ടി ഭാര്യ വത്സല നിര്യാതയായി. 78 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പാറേമക്കാവ് ശാന്തിഘട്ടിൽ നടക്കും. ബിജു, ഷാജു, ഷീബ എന്നിവർ മക്കളും, സുമ ബിജു, സീജ ഷാജു, ബാബുരാജ് എന്നിവർ മരുമക്കളുമാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 14,950 രൂപ, പവന് 1,19,600 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആവേശകരമായ ഓണക്കളികളോടെ ചേർപ്പ് നെറ്റ് വിഷൻ ബ്രോഡ്ബാൻഡിന്റെ ഓണാഘോഷം. പെരിഞ്ചേരി ഗ്രേസ് ഹാളിലാണ് വൈവിധ്യമാർന്ന ഓണാഘോഷം ഒരുക്കിയത്. വിഷമില്ലാത്ത പച്ചക്കറിക്കായി എല്ലാ വീടുകളിലും അടുക്കളത്തോട്ടം എന്ന പദ്ധതി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡിലും. പദ്ധതിക്ക് പ്രോത്സാഹനമായി പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ ഓണം വിപണനമേള സംഘടിപ്പിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് വിപണനമേള ഉദ്ഘാടനം ചെയ്തു. ചേർപ്പ് BRCയുടെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികൾക്കായി ഓണാഘോഷം ഒരുക്കി. ചേർപ്പ് BRC പരിധിയിലെ വിവിധ സ്കൂളുകളിലെ ഭിന്നശേഷി കുട്ടികൾക്കായാണ് ഓണാഘോഷം ഒരുക്കിയത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.